നമസ്കാരം, അനീഷാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് മരട് പോലീസ് സ്റ്റേഷൻ അടുത്തായിട്ടാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 250 മീറ്റർ മാറി 6 സെൻറ്റിൽ വരുന്ന ഒരു വില്ല കാണാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. കാർ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാർ പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ നേരെ സിറ്റ് ഔട്ട് വഴി ഈ ഒരു കോമൺ ലിവിംഗ് സ്പേസിലേക്കാണ് ആദ്യം എത്തുന്നത്. ആ ഒരു ലിവിംഗ് സ്പേസിനോട് തൊട്ട് ചേർന്നാണ് ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നത്. താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലുമായിട്ട് 4 ഫുൾ സൈസ് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും അടങ്ങുന്നതാണ് ഈ ഒരു വില്ല. ഏകദേശം 2650 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ സൂപ്പർ ബിൽട്ടപ്പ് ഏരിയ. ഈ കാണുന്നതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അതിനോട് തൊട്ട് ചേർന്നൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകളെല്ലാം തന്നെ വാർഡ്രോബ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഏതാണ്ട് ഒരു 14x12 ഫീറ്റ് സൈസിലുള്ള ബെഡ്റൂമുകളുമാണ്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമിന് നല്ല മികച്ച രീതിയിലുള്ള ഒരു ബാത്റൂമും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കറോവിറ്റ് ഉൾപ്പെടെയുള്ള ലക്ഷറി ബ്രാൻഡിൻ്റെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണും കൂടി ഒന്ന് കാണാം. കിച്ചൺ വളരെ മികച്ച രീതിയിൽ നല്ലൊരു പ്രീമിയം ഫീൽ തരുന്ന കിച്ചണാണ്. ഹുഡ് ആൻഡ് ഹോബ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്കൊരു സെപ്പറേറ്റ് വർക്ക് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമുക്കൊരു സെർവൻറ്റ് ടോയ്ലറ്റ്. നോർമലി നമ്മൾ ഇതുപോലുള്ള വീടുകളിൽ കാണാറില്ല, പക്ഷേ ഇവിടെ അതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു സെപ്പറേറ്റ് എൻട്രി ഈ ഒരു ഡോർ വഴി നമുക്ക് ലഭ്യമാക്കാവുന്നതുമാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. മുകളിലത്തെ നിലയിലാണ് സ്റ്റഡി റൂം ഉൾപ്പെടെയുള്ള മറ്റ് 2 ബെഡ്റൂമും വരുന്നത്. അപ്പം നമുക്ക് ഈ കാണുന്നതാണ് നമ്മളുടെ ഒരു അപ്പർ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് ലിവിങ് സ്പേസ് ആയിട്ടൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഒരു പേഴ്സണൽ ഗാദറിങ്ങിനുള്ള സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു ബെഡ്റൂം കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ബെഡ്റൂം വരുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു സ്പേസിനോട് തൊട്ട് ചേർന്നാണ്. അതായത് നമ്മളുടെ ബെഡ്റൂമിൽ നേരെ ഇറങ്ങി വരുന്നത് സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു സ്പേസിലേക്കാണ്. അപ്പം വൈകിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഈ ബെഡ്റൂമിനോട് തൊട്ട് ചേർന്ന് നമ്മളൊരു സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഡ്രസ്സിങ് ഏരിയ. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സ്പേസ് യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് സ്ലൈഡിംഗ് ഡോഴ്സുള്ള വാർഡ്രോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫുൾ ലെന്തിൽ നമുക്ക് വാർഡ്രോബ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിലെ ബാത്റൂം വരുന്നത്. അപ്പോൾ മുകളിലത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണുള്ളത്. സ്റ്റഡി റൂം അറ്റാച്ച്ഡ് അല്ല. ബാക്കി സൗകര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഏജൻറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഏജൻറ്റിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വാഷിംഗ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പം വാഷിങ്ങിനുള്ളതും തുണികൾ ഡ്രൈ ഔട്ട് ചെയ്യുന്നതിനുള്ള സ്പേസാണിത്. അപ്പം മുകളിലെ ഏജൻറ്റിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് ടെറസ് ഏരിയ ആണ്. അപ്പോൾ ഇത് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നല്ലൊരു ഡീൽ സെറ്റ് ചെയ്യാവുന്നതാണ്.